ഉപഭോഗ സംസ്കാരം മനുഷ്യനെ പിശാചാക്കി മാറ്റുന്നു. സ്വന്തം നിഴലിനെ പോലും തിരിച്ചറിയാത്ത, തന്റേതല്ലാത്ത ഒരു ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് വ്യർത്ഥസഞ്ചാരത്തിന് അയാൾ അടിപ്പെടുന്നു. ദുരന്തത്തിലേക്കുള്ള ഒരു മുതലക്കൂപ്പ്. പണം പെയ്യുന്ന യന്ത്രം. രചന ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. പങ്കെടുക്കുന്നവർ ശരത് ദാസ്, ബീന ആന്റണി, മാസ്റ്റർ ശ്രീഹരി, MM അബ്ദുൾ റസാഖ്, PR അമ്മിണിക്കുട്ടൻ, തൃശൂർ ജോസ്, ജോസ് അമ്പൂക്കൻ, K ദിവ്യ, A അനന്തപത്മനാഭൻ, K ജയകൃഷ്ണൻ. പണം പെയ്യുന്ന യന്ത്രം. ഈശ്വര, ആ ട്രെയിൻ വന്ന് പോയിട്ടുണ്ടാവും. ഷോ, എന്താ ചെയ്യാ? ഡ്രൈവറെ ഒന്ന് വേഗം, ഡ്രൈവർ ഒന്ന് വേഗം കൂട്ടു പ്ലീസ്. ട്രെയിൻ വന്ന് പോയിട്ടുണ്ടാവും. എന്റെ പൊന്ന് സാറേ, ഇത് എയറോപ്ലെയിൻ അല്ല, ഓട്ടോറിക്ഷയാണ്. അല്ല, എന്നാലും ആ ട്രെയിൻ കണ്ടില്ലേ, റോഡ് നിറയെ കുണ്ടും കുഴിയാണ്. നിയമങ്ങൾ പാലിക്കാത്ത വാഹനങ്ങൾ. ദേ കണ്ടില്ലേ, ഒരുത്തൻ ബസ് നിർത്തി ആളെ എടുക്കുന്നത്. കുറ്റമാക്കിയ ഓട്ടോറിക്ഷക്കാർക്കും. അല്ല, അതല്ല, നേരം ഇരുട്ടി തുടങ്ങി. എന്റെ ഭാര്യ ആ വരുന്ന ട്രെയിനിൽ വന്ന് നിപ്പുണ്ടാവും. അറിയാലോ നമ്മുടെ നാട്. അറിയാന്നോ? നല്ല കഥ. ഒരു ഉണക്ക കമ്പിൽ സാരി ചുറ്റിയാൽ വിടില്ല ഞരമ്പ് രോഗികൾ. അയ്യോ, എന്റെ ഭാര്യ സുന്ദരിയാണ് കേട്ടോ. എങ്കിൽ വലിയ ശല്യം ഉണ്ടാവില്ല. ദാ ആ ലിമിറ്റഡ് സ്റ്റോപ്പ് പിന്നെയും നിർത്തി. അവന്റെയൊക്കെ. അല്ല, ട്രെയിൻ പോയി കാണോ? എന്റെ പൊന്ന് സാറേ, ഇതാ സ്റ്റേഷനെത്തി. ഹാവൂ, ചാർജ് എത്രയായി? ചാടി ഇറങ്ങാതെ വണ്ടി നിർത്തട്ടെ. 20 രൂപ. മീറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. എന്നാലും പിടിച്ചോളൂ, ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ. സത്യത്തിൽ 25 ഓ, സമ്മതിച്ചേ. അയ്യോ, ട്രെയിൻ. ഹലോ, ഒന്ന് നിക്കണേ. തെക്ക് നിന്നുള്ള വണ്ടി പോയോ? തെക്കു നിന്നുള്ള വണ്ടി എന്ന് പറയുമ്പോ ഇവിടെ 7 മണിക്ക് എത്തുന്ന. ഓ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പടിഞ്ഞാറ് നിന്നെത്തുന്ന വണ്ടിയാവും അല്ലേ? ആഹാ, നീ എപ്പോ എത്തി വിമലെ? എന്റെ ശ്രീയേട്ടാ, ഞാൻ എത്തിയിട്ട് കൃത്യ അരമണിക്കൂറാവുന്നു. പതിവ് പോലെ വണ്ടിയേക്കാൾ ലേറ്റ് ശ്രീയേട്ടൻ, എന്റെ പ്രിയ ഭർത്താവ്. ഞാനാകെ പേടിച്ചുപോയി. ജനം സായാഹ്ന പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്റർ പാവപ്പെട്ട സബ് എഡിറ്ററെ വിട്ടുകാണില്ല അല്ലേ? വീടണ്ടേ ആ മരങ്ങോടൻ? ആരെയാ അന്വേഷിക്കുന്നത്? വണ്ടി വന്നുവോ എന്ന ചോദ്യത്തിന് എന്നെ കളിയാക്കിയ ആ മാന്യനെ. അയാള് കളിയാക്കിയതൊന്നുമല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വട്ടാണ്. അരമണിക്കൂറായി ഇങ്ങനെ ശ്രീയേട്ടനെ പോലുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു നിൽക്കുന്നു. അതുകൊണ്ട് കാത്തുനിന്ന് ഒട്ടും ബോറടിച്ചില്ല. ഇങ്ങനെയും വട്ടോ? ആ, അതൊക്കെ പോട്ടെ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം പതിവ് പോലെ. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനം, കോഴിമുട്ടയുടെ തൂക്കം, UN തലവന്റെ കസേരയുടെ കാലിന്റെ നീളം. അപ്പോ അതും വെറുതെ ഇല്ലാത്ത കാശ് കൊണ്ടുപോയി കളയേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. വാ, നടക്കാം. എന്നെ ബസ് സ്റ്റാൻഡ് വരെ നടത്തിക്കാനുള്ള പരിപാടിയല്ലേ? കോഫി ഹൗസിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശ വാങ്ങിച്ചു തരാം. ഓ, എങ്കിൽ സമ്മതിച്ചു. അല്ല, നമ്മുടെ മോനെവിടെ? നല്ല അമ്മ, ഇത്ര നേരമായിട്ടും ചോദിച്ചില്ല. അനന്ത ചേച്ചിയുടെ അടുത്തുണ്ടാവുമെന്ന് എനിക്ക് അറിയാലോ. എന്നേക്കാൾ ഇഷ്ടം അവളോടാണല്ലോ. വിമലെ, ഇരുവശവും മരങ്ങളുള്ള ഈ നീണ്ട നടപ്പാതയിലൂടെ നടക്കാൻ നല്ല സുഖമുണ്ട് ഇല്ലേ? നിലാവിന്ന് നേരത്തെയാ, മണി 7:30 നേരത്തെ തണുത്ത കാറ്റും. ശ്രീയേട്ടൻ ഇന്നിത്തിരി റൊമാൻറ്റിക് മൂഡിലാണല്ലോ. നമ്മളിങ്ങനെ നടന്നിട്ട് എത്ര നാളായി? ശരിയാ, പഴയ നമ്മളായതുപോലെ. വിമല ഓർക്കുന്നുണ്ടോ നമ്മൾ ആദ്യം കണ്ടത്? 5 വർഷമാവുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. എന്തായിരുന്നു ആ ഓർക്കസ്ട്രയുടെ പേര്? പുതുരാഗം ഓർക്കസ്ട്ര. പാടാൻ കൊതിച്ചു നീ എൻ മുന്നിൽ വന്നു, പാടാത്തതെന്തേ ഗാനം മറന്നുവോ? ഞാനിപ്പോ
ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സായാഹ്ന പത്രത്തിലെ തുച്ഛ വരുമാനം, രാത്രി ക്ലബ്ബുകളിലെ എന്റെ സംഗീത പരിശീലനം, ഞങ്ങൾ സുഹൃത്തുക്കൾ ഇല്ലാത്ത കാശെടുത്തുണ്ടാക്കിയ ഓർക്കസ്ട്ര, ആ വകയിൽ 5,000-10,000 പോയി കിട്ടി. പക്ഷേ എനിക്ക് നിന്നെ കിട്ടിയില്ലേ? ഞങ്ങളുടെ അനാഥാലയത്തിൽ ശ്രീയേട്ടന്റെ ട്രൂപ്പ് വരുന്നതിന് മുമ്പേ നല്ലവനായ മേട്രൻ പറഞ്ഞിരുന്നു ശ്രീകുമാർ എന്ന നല്ല പാട്ടുകാരനെ പറ്റി. ഞങ്ങളുടെ ട്രൂപ്പിൽ പാടാൻ വരാമെന്നേറ്റ ഗായിക മുങ്ങി. പകരം ഇതേ മേട്രൻ പറഞ്ഞു, നന്നായി പാടുന്ന ഒരു കുട്ടിയുണ്ട് ഈ സ്ഥാപനത്തിൽ, ഒരു ഓർഫൻ, പേര് വിമല. അന്നത്തെ പരിചയം ഇത്ര വലിയ കുരിശാവെന്ന് തോന്നിയില്ല അല്ലേ? ആ ഓർക്കസ്ട്ര ഇല്ലാതായി. പക്ഷേ എന്റെ ജീവിതത്തിന് സംഗീതം വന്നു ചേർന്നു എന്നതാണ് സത്യം. ദുഃഖങ്ങള്, ദാരിദ്ര്യങ്ങള് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാറ്റിനെയും ആശ്വസിപ്പിക്കുന്ന എന്തോ ഒന്ന് നമ്മുടെ കൂടെ ഇല്ലേ മോളെ? നീ എന്തേ ഒന്നും മിണ്ടാത്തത്? വിഷമമായല്ലേ? കരയാണോ നീ? എത്ര നല്ല ജീവിതമായിരുന്നു ശ്രീയേട്ടന്റേത്. ഓർഫനേജിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വാശി പിടിച്ചതിന് എന്തെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നു ശ്രീയേട്ടന്. വീട്ടുകാര് പിണങ്ങിയതല്ലേ, അവരെന്നെ പടിയടച്ച് പിണ്ടം വച്ചതല്ലേ. പക്ഷെ എല്ലാറ്റിനും ഉപരിയായി അന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന സന്തോഷമൊന്നും ഉണ്ടാവില്ല പെണ്ണെ. സന്തോഷം, നല്ല സന്തോഷം തന്നെ. ഞാൻ കാരണം ശ്രീയേട്ടൻ എല്ലാം പോയി. കുടുംബം, കിട്ടേണ്ടിയിരുന്ന സ്വത്ത്. നിന്നേക്കാ വലിയ സ്വത്ത് വേറെ ഏതാണ്? അങ്ങനെയൊന്നും പറഞ്ഞൊഴിയണ്ട. ഈ വിമല ശ്രീകുമാരന്റെ ജീവിതത്തിലേക്ക് വന്നത് മുടിഞ്ഞ ദാരിദ്ര്യം കൊണ്ടാ. മോനുണ്ടായപ്പോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് പറ്റീന്നാ? ഒക്കെ ശരിയാവും. ഇനി ഒരു ദൈവത്തിന് നേർച്ച നേരാനില്ല. മോനൊന്ന് സംസാരിച്ചു കിട്ട. വെറുതെ ഇത് തന്നെ ഓർത്തിരുന്നിട്ടാ നീ ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നേ. കുറെ പണം ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കാമായിരുന്നു. എല്ലാം ശരിയാവും വിമലെ. നമ്മുടെ മോൻ സംസാരിക്കുക തന്നെ ചെയ്യും. അവനിപ്പോ 4 വയസ്സ്. ഒരു വഴി തെളിയും. അല്ല, കോഫി ഹൗസ് എത്തി? വേണ്ട ശ്രീയേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്കുള്ള പച്ചക്കറി വാങ്ങാം. അതിനൊക്കെ എന്റെ കയ്യിലുണ്ട്. ഓ, ഇന്നാളിപ്പോ ലാവിഷാണല്ലോ. ആ കൊരങ്ങൻ അലക്സാണ്ടർ ശമ്പളം തന്നോ? വാങ്ങിച്ചെടുത്തു എന്ന് പറയുന്നതാവും ശരി. അല്ല, മസാല ദോശ പിന്നീട് ഒരിക്കലാവട്ടെ. ശ്രീയേട്ടന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് തന്നെ 10 മസാല ദോശയേക്കാൾ രുചിയുള്ള കാര്യമല്ലേ? പിന്നെ ശമ്പളത്തിൽ നിന്ന് അനാവശ്യമായി ലോട്ടറി ഒന്നെടുത്ത് കാശ് കളയരുത്. ഒരു ലോട്ടറി, ഒരൊറ്റ ലോട്ടറി നമ്മുടെ മോനു വേണ്ടി. ഓ, ഈ ശ്രീയേട്ടന്റെ ഓരോ വിട്ടിത്തം. ഓ, ദേ കുഴി നോക്കി നടക്ക്. ഒരു നല്ല തുക കിട്ടുന്ന ദിവസം നമ്മൾ മോനെയും കൊണ്ട് നേരെ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ അടുത്ത്. പിന്നെ ആ ദാമനമ്പ്യാരുടെ പണം കൊടുത്തോ? വീട്ടുവാടക ഞാൻ താമസിപ്പിക്കാറില്ല എന്നറിയാലോ. 30-ാം തീയതി മുതല് അയാൾ വന്ന് എത്തി നോക്കി പോവാ. ഓ, ഇങ്ങനെയുണ്ടോ ഒരു ആർത്തി പണ്ടാരം? പണം പണം പണം. വീട് വാടകയ്ക്ക് തന്നത് നമ്മളെ നന്നാക്കാനാണോ? ഇപ്പൊ തന്നെ അയാൾ ഓരോ മാസത്തെ വാടക കൊടുക്കുമ്പോഴും വീട് ഒഴിയേണ്ട കാര്യം ഓർമ്മിപ്പിക്കുക. വേറെ വീട് കിട്ടാനുമില്ല. അയാളുടെ മുഖം കണ്ട അന്ന് എന്റെ മൂഡ് പോവും. ഈശ്വരാ, എടുത്തിരിക്കുന്ന ഈ ലോട്ടറിയിലാണ് ഇനിയൊരു പ്രതീക്ഷ. മേ ഐ കമ്മിങ് ഡോക്ടർ? യെസ് കമിൻ. ഇരിക്കെ. ശ്രീകുമാറോ, വരൂ. കുറെ സമയമായോ വന്നിട്ട്? സാരമില്ല, ഞാൻ ക്യൂല് നിൽക്കുകയായിരുന്നു. അറ്റൻഡറോടൊന്ന് പറഞ്ഞിരുന്നാൽ മതിയായിരുന്നല്ലോ. അതല്ല സാർ, നമ്മൾ ലോഹ്യക്കാരായതുകൊണ്ട് മറ്റു രോഗികളെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. മോൻ ഉറക്കത്തിലാണ്. സാരമില്ല, ഉണർത്തിക്കോളൂ. ഉണ്ണിക്കുട്ട, മോനെ എനിക്ക് ഇന്നലെ തുടങ്ങിയതാ ചെറിയൊരു പനി. ഭക്ഷണം കഴിച്ച് കരയല്ലേ കരയല്ലേ കുട്ടാ, ഇത് ഡോക്ടറങ്ങളല്ലേ, കരയല്ലേ. ടെമ്പറേച്ചർ അല്പം കൂടുതലാണ്. സാരമില്ല, പേടിക്കാനൊന്നുമില്ല.
ഇതുപോലൊരു പനി വന്നതിന് ശേഷം മോന്റെ സംസാരം ഇങ്ങനെയായത്. തക്ക സമയത്ത് ചികിത്സിച്ചില്ല. പക്ഷെ അത് മാത്രമല്ല കാരണം. ഇതെൻ്റെ അസസ്മെന്റ് വെച്ച് പറയുകയാണെങ്കിൽ ജനറ്റിക്കൽ പ്രോബ്ലംസ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അല്പം വിശദമായ പരിശോധനകൾ തന്നെ വേണം. കൃത്യമായി പറഞ്ഞാൽ ഡോക്ടർ ഗോപിനാഥൻ. പക്ഷെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരെയാണ് മുഖ്യമായും ചിലവുകൾ. ഇപ്പോൾ തന്നെ ആകെ പരിങ്ങലിലാണ്. അന്നന്നത്തെ കാര്യങ്ങൾ തന്നെ. ഡോക്ടർ, എനിക്ക് ഇത്തിരി സമയം വേണം. ലെറ്റസ്റ്റായി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകരുത്. ഇല്ല. ഞാൻ മരുന്ന് എഴുതിത്തരാം. എന്തുണ്ട് നിങ്ങളുടെ പത്രപ്രവർത്തനമൊക്കെ? അതൊരു വഴിക്ക് പോകുന്നു. എന്നെ തൊടാതെ, ഞാൻ തൊടാൻ അനുവദിക്കാതെ. ഇവനെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യുന്നതിലോ ഒരു കഷ്ടകാലത്തിൽ ഇവനെയൊക്കെ റിപ്പോർട്ടറാക്കി നാശിപ്പിടിക്കും. ഞാനിന്ന് എടോ കുഞ്ഞനെന്താ പ്രൂഫ് വായിച്ച് ഇയാളുടെ ചെവി പോയിന്നാ തോന്നുന്നത്. എടോ കുഞ്ഞനെന്താ? സാറ് വിളിച്ചോ? വിളിച്ചു. എടോ എന്തൊക്കെയാണോ എഴുതി വെച്ചിരിക്കുന്നത്? ഏതാ സാർ? ഈ പത്ര റിപ്പോർട്ട്. ഇത് ശ്രീകുമാറിൻ്റെതാണല്ലോ. അയാളെ വിളിക്ക്. ഒരു സാഹിത്യം. ശ്രീകുമാറെ. എന്തോ? നിന്നെ വിളിക്കുന്നു. ആര്? അലക്സാണ്ടർ ചക്രവർത്തി. നീ എഴുതി കൊടുത്ത റിപ്പോർട്ട് പിടിച്ചിട്ടില്ല. ചെല്ല്. പതിവുള്ളതാണല്ലോ, എല്ലാ ശമ്പള പിറ്റേന്നും. ചെല്ല്. എന്താ നിന്ന് കളഞ്ഞത്? ശ്രീകുമാർ ഉദയമാടം ഇങ്ങോട്ട് എഴുന്നള്ളിയാട്ടെ. എന്താണ് സാർ കാര്യം? എന്താണ് താൻ എഴുതിക്കൊണ്ട് വന്നത്? സാർ, അത് കനോലി കനാൽ. തേങ്ങ കൊല. കനോലി കനാല് വികസനം ഇനിയും അകലെ. അത്യുഗ്രൻ ടൈറ്റില്. ഉദയമംഗലം. കാർഷിക രംഗത്തും ഇക്കോ ടൂറിസം രംഗത്തും ഒട്ടേറെ സംഭാവനകൾ നൽകാൻ സാധ്യതയുള്ള കനോലിക്കനാൽ പ്രൊജക്ട് ഇഴഞ്ഞു നീങ്ങുന്നു. 1000 ഏക്കറിലുള്ള ഈ തരിശുഭൂമി പുനരുജ്ജീവിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ വീണ്ടും പാഴായി തുടങ്ങുകയാണ്. ഒട്ടേറെ പേർക്ക് ശുദ്ധജലമെത്തിക്കാനും പാവപ്പെട്ട കൃഷിക്കാർക്ക് കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള മാത്യു കമ്മീഷൻ റിപ്പോർട്ട് പ്രയോഗത്തിൽ വരാതെ ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ്. ഞാൻ തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാർ? നാട്ടുകാരെ നന്നാക്കാനല്ല ഞാൻ പത്രം നടത്തുന്നതെന്ന്. സാർ, ഇത് നാട്ടുകാർക്ക് താല്പര്യമുള്ള വിഷയം. നാട്ടുകാർക്ക് താല്പര്യം? നാണമില്ലേ തനിക്കിങ്ങനെ സംസാരിക്കാൻ? ഒരു കനോലി കനാല്. എടോ, ആർക്കാണ്ടോ ഇതിലൊക്കെ താല്പര്യം? നാട്ടുകാർക്ക് വേണ്ടത് വേറെ ചിലതാണ്. മനസ്സിലായില്ല സാർ. മനസ്സിലാവില്ല എന്ന് പറ. എടോ, താൻ മസാലയായിട്ട് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു പീഡനമെങ്കിലും. അത് സാർ, എടോ, ലോകം മാറുകയാണ്. പത്രവും പത്രപ്രവർത്തനവും. നമ്മളെക്കാൾ പിറകെ തുടങ്ങിയ കൂന്താളി രാഘവന്റെ പത്രം ഇന്ന് എവിടെയാണെന്ന് അറിയാമോ? പക്ഷേ നമുക്കൊരു ധാർമ്മികത. താൻ എന്നെ ധാർമ്മികത പഠിപ്പിക്കാൻ വരണ്ട. കൂന്താളി രാഘവന്റെ പത്രം ഇന്ന് ഈവനിങ് ഡെയിലിയും കഴിഞ്ഞ് ദിനപത്രമാ. സാർ, കൂന്താളി രാഘവന്റെ പത്രത്തെയും നമ്മളെയും കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. സംവിധാനം? എടോ, സാങ്കേതിക സംവിധാനമല്ല പുതിയ കാലത്ത് പത്രത്തിന് ഉയർച്ച ഉണ്ടാക്കുന്നത്. സാമ്പത്തിക വരുമാനമാണ്. വാർത്തകളിൽ സെക്സിന്റെ മസാല ആരുമറിയാതെ ചേർക്കാൻ കഴിയണം. നാട്ടിലൊരു പീഡനം നടന്നാൽ അതിന്റെ നിർദോഷമായ വാർത്തകൾക്കപ്പുറം പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ അങ്കലാവണ്യത്തിന്റെ വിവരണം തൊട്ട് ആശുപത്രിയിലാവുന്നത് വരെയുള്ള സചിത്ര വിവരണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ സിനിമാ നടി പാർക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടിക്കുഞ്ഞുങ്ങള്, അവരുടെ പൂച്ച പ്രസവിച്ചപ്പോഴുണ്ടായ വികാരം, ലൊക്കേഷൻ റിപ്പോർട്ടുകൾ. പുതിയ പാർട്ടി ഉണ്ടാക്കിയ ഇടുമ്പൻ ചെല്ലപ്പൻ തന്റെ ലാവണത്തിലേക്ക് മടങ്ങുമോ? മരുമകൻ രാഷ്ട്രീയ സന്യാസത്തിലേക്ക് കടക്കുമോ? മരുമകളുടെ ജാരബന്ധം. ഇതൊക്കെയാണ് ഒരു പത്രത്തിൽ വിറ്റുപോകുന്ന ഉരുപ്പടി. അല്ലാതെ തന്റെ ഈ ഉണക്ക കനോലിക്കനാലല്ല. സാർ, അത് താനൊന്നും പറയണ്ട. പൊയ്ക്കന്റെ മുമ്പിന്ന്.
ശ്രീയേട്ട ഉറങ്ങുന്നില്ലേ? ഉം, സമയം 12 കഴിഞ്ഞു. ഉം. അല്ല, ഇന്ന് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. പിന്നെ എന്തേ തരിച്ചിരിപ്പ്? എന്തേ ഒന്നും മിണ്ടാത്തത്? ഇതിന് മാത്രം എന്തു പറ്റി? ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. പതിവില്ലാതെ എന്താണ് ഇത്ര ചിന്ത? ഒന്നുമില്ല. നീ കിടന്നോ വിമലെ? ഇല്ല, എന്തോ ഉണ്ട്. എന്നോട് പറയാൻ പാടില്ലാത്ത എന്താ ഉള്ളത്? വിമലെ, ഞാനൊരു തീരുമാനം എടുത്താലോ എന്ന് ചിന്തിക്കുക. എന്ത് തീരുമാനം? പത്രമാഫീസിലെ പണി അത്രയ്ക്കും അടുത്തു. അതിന്? റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ എഴുതി വെച്ചു കഴിഞ്ഞു. ഓ, ഇതാണോ കാര്യം? എന്താ, ഇത് പ്രധാന കാര്യമല്ലേ? എത്രയോ തവണ തീരുമാനിച്ചതല്ലേ? അപ്പോഴേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്തു. ഇല്ല, ഇനിയും ഇത് മാറ്റിവെക്കാനാവില്ല. ആ മാനേജിംഗ് എഡിറ്ററുടെ കീഴിൽ ഇനി ജോലി ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് അപമാനിക്കുന്നുണ്ട് അയാൾ. ബലാത്സംഗത്തിന്റെയും കൂട്ടിക്കൊടുപ്പിന്റെയും നിറം പിടിപ്പിച്ച വാർത്തകളെ അയാൾക്ക് വേണ്ടു. അതായത് പോർണോ ജേർണലിസം, അശ്ലീലം ചേർന്ന വാർത്തകൾ. ആട്ടെ, അതിന് തക്ക ശമ്പളം കിട്ടുന്നുണ്ടോ? ഇല്ല. പോട്ടെ, ഉള്ളത് നേരാമതം കിട്ടുന്നുണ്ടോ? അതും ഇല്ല. എങ്കിൽ ശ്രീയേട്ടൻ എന്തിനാണ് ഇങ്ങനെ അയാളെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിനക്കറിയാഞ്ഞിട്ടാണ് വിമലെ. 4000 ശമ്പളം കിട്ടുന്ന ഈ ജോലി കിട്ടാനും ആളുകൾ പിറകിൽ ക്യൂ നിൽക്കുക. എങ്കിൽ പിന്നെ മിണ്ടാതിരുന്നോ? നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എന്റെ ശ്രീയേട്ട, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോ സാഹചര്യത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ അതിനെ ഒന്നുകിൽ നേരിടുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഹോ, എത്ര എളുപ്പം പ്രശ്നം പരിഹരിച്ചു. ദേ, ഞാൻ ശ്രീയേട്ടനെ മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. നമുക്ക് വേറെ എന്ത് ഗതിയാ ഉള്ളത്? ഞാൻ ജന്മം കൊണ്ട് അനാഥ. ശ്രീയേട്ടനാണെങ്കിൽ വീട്ടുകാരൊക്കെ പുറത്താക്കി. അതിനേക്കാൾ അനാഥനായി. വിഷമിക്കാതെ, ഒക്കെ ശരിയാവും. ഈ ഇരുട്ടിൽ ഒരു വെളിച്ചം വരാതിരിക്കില്ല. ശരിയാണ്, ദൈവം നമ്മളെ കൈവിടില്ല. എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. ആ, കഥ പറഞ്ഞ് നേരം വെളുപ്പിക്കാതെ ഉറങ്ങാൻ നോക്ക്. പുറത്ത് മഴ വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇടിയും വെട്ടുന്നുണ്ട്. കിടന്നുറങ്ങാൻ നോക്ക് ശ്രീയേട്ട. നാളെയും നമ്മുടെ അലക്സാണ്ടർ ജേക്കബിന് ചീത്ത പറയാൻ ശ്രീകുമാറിന്റെ ചെവി ഇല്ലാതെ പറ്റില്ലല്ലോ. കളിയാക്കാതടി പെണ്ണെ. നീ നോക്കിക്കോ, ഒരു ദിവസം ഒരത്ഭുതം സംഭവിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കീഴ്മേൽ മറിയും. ഓ, പുതുതായെടുത്ത പൊങ്കാല ബമ്പർ ലോട്ടറിയുടെ കാര്യമാവും പറഞ്ഞു വരുന്നത്. കളിയാക്കല്ലേ, കളിയാക്കല്ലേ. നോക്കിക്കോ, ഈ ഒരു ലോട്ടറി ഈ ശ്രീകുമാറിനെ കാത്തു നിൽക്കുന്നുണ്ട്. എന്റെ ശ്രീയേട്ട, ഈ കഷ്ടപ്പാടിനിടയിലും ഉള്ള കാശ് കൊണ്ടുപോയി തൊലയ്ക്കാതെ നമുക്കൊരു ലോട്ടറിയും കിട്ടാൻ പോകുന്നില്ല. ദൈവം തരാൻ വിചാരിച്ചാൽ കിടന്നുറങ്ങുന്നിടത്ത് കൊണ്ടുതരും. ഓ, പേടിച്ചുപോയി. ഈശ്വര, അപ്പുറത്തെ മുറിയിൽ എന്റെ മോൻ പേടിച്ച് കരയുണ്ടാവും. ഞാൻ പോയി നോക്കട്ടെ. സംസാര ശേഷിയില്ലാത്തത് എന്റെ മോന്. കരയില്ലേ മോനെ? കുട്ടാ, പേടിച്ചോ? എന്റെ മോൻ പേടിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അവൻ പേടിച്ചോന്ന്. മോനെ, മോനെ ഇങ്ങോട്ട്. മോനെ, ഞാൻ കിടത്താം, നീ കിടന്നു. കരയില്ല കുട്ടാ, കരയില്ലടാ. നീ പേടിച്ചോ? നീ വേവലാതിപ്പെടാതെ. കണ്ണെത്തും ദൂരത്തല്ലേ കിടത്തിയത്. പേടിക്കണ്ട കുട്ടാ, അമ്മയുടെ പൊന്നു മോനല്ലേ. ഉറങ്ങിക്കോട്ടോ. ഹാവോ, എന്തൊരു മഴയായിരുന്നു രാത്രിയില്. പക്ഷേ ദാ പ്രഭാതമായപ്പോഴേക്കും എല്ലാം തെളിഞ്ഞു. മോൻ ഉണർന്നോ? ആ, അവൻ അച്ഛന്റെ കൂട്ടൊന്നുമല്ല. എപ്പോഴും അവനാ ഫസ്റ്റ്. പല്ല് തേക്കുന്ന കണ്ടില്ലേ? നമ്മുടെ മോന് വരുന്ന ജനുവരിയില് 5 വയസ്സ് തികയുന്നു. പറഞ്ഞിട്ടെന്താ, ഒന്ന് സംസാരിച്ച് കാണാൻ. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുവോ? മോർണിംഗ് എത്തി. കുട്ടാ, മോനെ,
അച്ഛനെ എന്തേ വിളിച്ചു നിർത്തിയില്ല? എന്റെ മോനൊന്ന് സംസാരിച്ച് കേട്ട് മരിക്കാൻ യോഗം ഉണ്ടാവും എനിക്ക്. വിഷമിക്കാതെ വിമലെ, ചില കുട്ടികൾ വൈകി സംസാരിക്കും. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ വർത്തമാനം പറയാൻ 3 വയസ്സ് കഴിഞ്ഞു എന്ന്. 3 പോലെയാണോ 5? കേട്ടോ നീയേ, അവൻ എന്താ പറയുന്നറിയോ? ഈ അമ്മയ്ക്ക് വട്ടാ, ഞാൻ താമസിയാതെ സംസാരിക്കുന്നു. ശ്രീയേട്ടാ, നമുക്ക് മോനെ ഒരു നല്ല ഡോക്ടറെ കാണിക്കണം. ഞാനും ആലോചിക്കുന്നില്ല എന്നാണോ നിന്റെ വിചാരം? കൂടെ പഠിച്ച ഡോക്ടർ വിനോദുമായി ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഞാൻ ഇവന്റെ കാര്യം ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? എടി, മോന്റെ പ്രശ്നത്തിൽ ഒരു പരിഹാരം വേണമെങ്കിൽ ഒരുപാട് പണം വേണം. വിനോദ് പറഞ്ഞിട്ടുണ്ട്. കൊൽക്കത്തയില് ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അത്രേ, ഡോക്ടർ ഗോപിനാഥ്. ഹാഫ് മലയാളിയാണ്, അമ്മ ബംഗാളി, അച്ഛൻ തൃപ്പൂണിത്തുറക്കാരൻ. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ പ്രശ്നങ്ങൾ വെച്ച്? ആർക്ക്? ഡോക്ടർ ഗോപിനാഥനോ? നല്ല കഥയായി. നിന്ന് തിരിയാൻ നേരമില്ലാത്ത ആളാ ഈ ഗോപിനാഥൻ. ഒന്ന് കാണണമെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. മലയാളി എന്നല്ലേ പറഞ്ഞത്? നമ്മുടെ കഷ്ടസ്ഥിതിയൊക്കെ എഴുതിയാൽ. നീ ഏത് നാട്ടിലാ വിമലെ ജീവിക്കുന്നേ? ഒരു കത്ത് വായിച്ച് മനസ്സലിയുന്നവരുടെ കാലമൊക്കെ പണ്ടേ പോയി. ഇത് കമ്പ്യൂട്ടർ യുഗ. അവിടെ വികാരങ്ങൾക്കും മനസ്സലവിനും യാതൊരു സ്ഥാനവുമില്ല. പണം, പണം മാത്രമാണ് എല്ലാറ്റിന്റെയും വിധികർത്താവ്. മോന് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ? രാത്രിയിൽ അവനൊന്നും കഴിച്ചിട്ടില്ല. പുറത്താരോ വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്കി. ആരാന്ന് നോക്കാനൊന്നുമില്ല, വീട്ടുടമസ്ഥനാ. എങ്കിലേ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ദാ ഈ 1 മാസത്തെ വാടക. അതുകൊണ്ടും അയാൾ അടങ്ങില്ല. വേറെ വീട് നോക്കാൻ പറഞ്ഞിട്ട് കാലം കുറച്ചായല്ലോ. നീ ഒന്ന് പോയി നോക്കുന്നുണ്ടോ വിമലെ? വേറെ ആരെങ്കിലും ആയിരിക്കും. ഇത് അയാൾ തന്നെ. ബെല്ലടിക്കുന്നതിന്റെ മര്യാദ കണ്ടാൽ അറിയാം. ആ, ആരാത്? വരൂ. നമ്പ്യാരും മാഷ് എന്തിയാ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇരിക്കൂ. അത്ഭുതവും ആദരവും കൊണ്ട് നിന്നു പോയതാണേ. അത്ഭുതമോ? അതെന്തിന്? നിങ്ങളുടെയൊക്കെ തൊലിക്കട്ടി കണ്ടിട്ട്. ഈ മാസത്തെ വാടക എന്റെ കയ്യിലുണ്ട്. വാടകയല്ല, ഒന്ന് ഇറങ്ങിത്തരിക വേണ്ടത്. ഞങ്ങൾ വേറെ വീട് നോക്കുന്നുണ്ട് നമ്പ്യാരും മാഷെ. ഇത് പറയാൻ തുടങ്ങിയിട്ട് 2-3 നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ മാഡം? ഞാനൊരു കാര്യം പറയട്ടെ. അടുത്ത മാസം 1-ാം തീയതി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ വീട് കാലിയാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ കാലിയാക്കും. പുതിയ വീട്ടുകാരോട് ഞാൻ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. ആ, ഭർത്താവ് വന്നാ പറഞ്ഞേക്ക്. അത് പിന്നെ വാടക വേണമെങ്കിൽ അല്പം കൂട്ടിത്തരാന്ന് ശ്രീയേട്ടൻ പറഞ്ഞിരുന്നു. നിങ്ങളെ കൊണ്ട് ഇപ്പോഴുള്ള വാടക തന്നെ തരാൻ പറ്റണില്ല, എനിക്കറിയാം. വേറെ ഒന്നും പറയണ്ട. ഇപ്പോഴത്തെ വാടകതാ, ഞാൻ പോണു. നഗരത്തിൽ പെൺവാണിഭവും ലൈംഗിക അരാജകത്വവും കൊഴുക്കുന്നു. സ്വന്തം ലേഖകൻ. രാഷ്ട്രീയ മാഫിയകളുടെ സഹായത്തിലാണ് ഇത് നടക്കുന്നതെന്ന് ആരോ പണം. ആരോ പണമോ? ഈ കമ്പോസ് ചെയ്യുന്നവനെ കൊണ്ട് തോറ്റു. എത്ര കൊല്ലമായി ഞാൻ പ്രൂഫ് നോക്കുന്നു. ഒരിക്കൽ പോലും ആരോപണത്തിലെ ആരോവും പണവും ഒന്നിച്ച് കമ്പോസ് ചെയ്ത് കണ്ടിട്ടില്ല. എന്റെ വിധി. പ്രൂഫ് നോക്കി നോക്കി ഞാനിപ്പോ എന്ത് വായിച്ചാലും തെറ്റേ കാണുന്നുള്ളൂ. തലയിലെഴുത്ത്. എന്താ കുഞ്ഞാനന്ദേട്ടാ, ആരോടാ ഇങ്ങനെ സ്വയം പെറുപിറുക്കുന്നേ? നമ്മളോട് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒട്ടും ബോറടിക്കില്ല. ഇനി മറ്റുള്ളവരെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നു എന്നുള്ള പരാതിയും കേൾക്കണ്ട. രണ്ടാമത്തൊരു സൗകര്യം എന്താണെന്ന് വെച്ചാ, എന്ത് രഹസ്യവും എനിക്ക് എന്നോട് തന്നെ പറയാം. എന്റെ കാര്യമായതുകൊണ്ട് ഞാൻ അതാരോടും പറയില്ല. അത് കൊള്ളാം. തീർന്നില്ല. ഞാൻ എന്റെ കാര്യം എന്നോട് തന്നെ പറഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ട് ഞാൻ കേൾക്കും. അല്ല, കാര്യം എന്റേത് തന്നെയാണല്ലോ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയും ചെയ്യാലോ.
കാലത്ത് തന്നെ നല്ല ഫോമിലാണല്ലോ. എന്റെ ശ്രീകുമാറെ, ഗുളിക കഴിച്ചില്ലേ എന്നല്ലേ നീ പറഞ്ഞതിന്റെ ധ്വനി? എനിക്ക് മനസ്സിലായി. ആ, ഇന്നലെ കുഞ്ഞനന്തേട്ടന് MD-യുടെ വക ഷോക്കോസ് നോട്ടീസ് കിട്ടിയിരുന്നു. എന്തായിരുന്നു കാരണം? ഓന്റെ ഒരു MD-യും ഷോക്കോസും. കഴിഞ്ഞ 30 കൊല്ലായി ഞാനിവിടെ കിടന്ന് ജോലി ചെയ്യുക. ഒരു നോട്ടീസ് പരുവത്തിന്ന് വളർന്ന് ഇന്ന് പത്രം കൊണ്ട് അവൻ വലിയ വലിയ സമ്പാദ്യങ്ങൾ, കാറ്, ബംഗ്ലാവ്, എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കി. എനിക്ക് കിട്ടിയതോ കുറെ അക്ഷരത്തെറ്റുകൾ. ഇന്നലത്തെ പത്രത്തിലും അക്ഷരത്തെറ്റുണ്ടായിരുന്നു. ആ, ജനങ്ങളിൽ മതബോധം വളരുന്നു എന്നിടത്തല്ലേ? അത് ശരിയായിരുന്നു, തെറ്റുണ്ടായിരുന്നു. മത എന്നിടത്ത് താക്ക് പകരം ലാ വന്നു കയറിയത് എന്റെ മാത്രം കുറ്റമല്ല. പ്രൂഫ് റീഡറുടെ പണിയല്ലേ ഇതൊക്കെ കണ്ടുപിടിക്കില്ലേ? എടോ, ഇത് വായിക്കുന്നവർക്കും പണി കൊടുക്കട്ടെ. വെറുതെ ഇരിക്കലല്ലേ അവര്. അത് കൊള്ളാം. അവനെന്നെ പിരിച്ചുവിടാനൊന്നും കഴിയില്ല. നിയമപരമായി ആനുകൂല്യമുണ്ട്. പിരിയാൻ 2 വർഷം കൂടി ഉണ്ടേ. നിന്നെപ്പോലെയല്ല, 4000 ഉറുപ്പികയ്ക്ക് 40,000 രൂപേന്റെ പണിയെടുപ്പിക്കില്ല എന്നെ കൊണ്ട്. സംഘടനാബലം. ഇത് കളി വേറെയാ. പിരിച്ചുവിടുന്നതാ എനിക്ക് ലാഭം. ഭാഗ്യവാൻ. ചൂഷണത്തിന് കൊമ്പ് മുളച്ച കാലമാണ് ഇത്. എന്റെയൊക്കെ കാര്യം പോക്കാ. ശമ്പള വർധനവിന് നീ അപേക്ഷ കൊടുത്തിട്ട് എന്തായി? ആ, അത് പറഞ്ഞപ്പോഴാ. അലക്സാണ്ടർ സാറിനെ ഞാനൊന്ന് കാണട്ടെ. സൂക്ഷിച്ചു വേണം. അവൻ അണലിയ, പതുങ്ങിക്കിടക്കും. ചവിട്ടിയ വിവരം അറിയും. അലക്സാണ്ടർ അകത്തുണ്ട്, പോയി വാ. ഞാൻ പോയി കാണട്ടെ. അതെ, പ്രാർത്ഥിക്കണം. മംഗളം ഭവന്തു. മേ കമിൻ സർ? യെസ്, കമിൻ. ആ, വരിക വരിക. ഞാൻ കാണാനിരിക്കുകയായിരുന്നു ശ്രീകുമാറിനെ. ആയിരിക്കും ശ്രീകുമാറെ. ആ സർ, ഞാനൊരു അപേക്ഷ എഴുതി തന്നിരുന്നു. ഞാൻ കണ്ടു. എങ്ങനെ പോകുന്നു ജോലികൾ? ആർ യു സാറ്റിസ്ഫൈഡ്? ഐ ആം ജസ്റ്റ് സാറ്റിസ്ഫൈഡ് സർ. മുഖ്യമായും ശമ്പള സ്കെയിൽ. ബട്ട് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. നിങ്ങളുടെ പെർഫോമൻസ് ഞാൻ സഹിക്കുകയായിരുന്നു ഇതേവരെ. വാർത്തകൾ, വിശകലനങ്ങൾ, അതിന്റെ സാമൂഹ്യ മനഃശാസ്ത്രത്തിൽ എവിടെയും നിർഭാഗ്യവശാൽ നിങ്ങളുടെ കണ്ണുകൾ എത്തുന്നില്ല. ഞാൻ എന്നാൽ കഴിയുന്ന ചെയ്യുന്നുണ്ട് സർ. അവിടെയാണ് കുഴപ്പം. താങ്കൾക്ക് കഴിയുന്നതിന്റെ മാക്സിമം ഞാൻ കണ്ടു കഴിഞ്ഞു. പോരാത്തതിന് താങ്കളുടെ ശമ്പള വർദ്ധവിനുള്ള അപേക്ഷയും. തുറന്നു പറയുന്നതിൽ മിസ്റ്റർ ശ്രീകുമാർ മുഷിയരുത്. യാതൊരു പൊരുത്തവുമല്ല ഇവ രണ്ടും. ആയതിനാൽ സാറെന്താ പറഞ്ഞു നിർത്തിയത്? മാനേജ്മെന്റിന് ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. യു ആർ ടെർമിനേറ്റഡ് ടുഡേ. സർ, നിങ്ങളുടെ സേവനം ഇന്നത്തോടെ നിർത്താം. ബാക്കി ശമ്പളവും വാങ്ങി പോകാം. സർ, ഒരു കുടുംബമുണ്ട് എനിക്ക്. പ്ലീസ് ഡോണ്ട് മേക്ക് സെന്റിമെന്റൽ സിറ്റുവേഷൻസ്. ഇറ്റ് ഇസ് മോർ ബിസിനസ് ഫെയിം. ആം ഐ റൈറ്റ്? സർ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റ് ശരികളല്ല, ഒരു സ്റ്റാഫിന്റെ പെർഫോമൻസ് ആണ് ബിസിനസ് സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ടത്. സർ, ഞാൻ ഐ എം സോറി മിസ്റ്റർ ശ്രീകുമാർ. കിട്ടാനുള്ളത് വാങ്ങി ഇന്ന് തന്നെ പോയിക്കോളൂ. വിഷ് യു ഹാപ്പി ലൈഫ്. വിമലെ, ഇതെന്താണെന്നറിയാമോ? ഇന്നിത് എത്രാമത്തെ തവണയത് ഇത് തന്നെ ചോദിക്കുന്നത്? വിഷം. നമ്മൾ മരിക്കല്ലേ? അതെ, മരിക്കുകയാണ്. ജീവിതത്തിൽ ഇനിയൊന്നും പ്രതീക്ഷിക്കാൻ ബാക്കിയില്ലാത്തവർക്ക് മരണം, അതൊന്നു മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ. ശ്രീയേട്ടന് അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ. എന്ത് പതനം അല്ലേ? സ്നേഹിച്ച പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഒരാൾ കുടുംബം ജീവിച്ചിരിക്കെ അനാഥനാക്കപ്പെടുന്നു. നീയാണെങ്കിൽ ജന്മനാ അനാഥ. പോരാത്തതിന് ദൈവത്തിന്റെ സമ്മാനം പോലെ സംസാരിക്കാനാവാത്തൊരു മോനും. ശ്രീയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ ആത്മഹത്യ നമുക്ക് നാളേക്ക് മാറ്റിവെച്ചാലോ? എന്തിന്? എന്തിന്റെ പ്രതീക്ഷയിൽ? ദൈവം നമുക്ക് ഇത്രയും കാലം തന്നു. ആ ദൈവത്തിന് നമ്മുടെ സൗജന്യത്തിൽ ഒരു ദിവസം എന്താ? തരക്കേടില്ല. നമുക്ക് നാളെ മരിക്കാം. ദൈവത്തിനൊരു ദിവസം. നിന്റെ ആശയം കൊള്ളാം. എന്തേ
നീ ഉറങ്ങിയോ? ഒന്നും മിണ്ടാത്തതെന്തേ? കരയാണോ നീ? ഇത്രയും നേരം പിടിച്ചു നിന്ന് നീ സംസാരിക്കുകയായിരുന്നു. ഇനി കര കയറുന്ന ഒന്നുമില്ല മോളെ. മോന് വിഷം കൊടുക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴാ പിന്നെ അവനെ മാത്രം ബാക്കിയിട്ട് പോവാൻ പറ്റുമോ വിമലെ? ഏതായാലും ഇന്ന് ഉറങ്ങും. നാളെ ഒരു ദിവസം കൂടിയുണ്ടല്ലോ. ഉറങ്ങൂ, കരയാതുറങ്ങൂ. ഉറങ്ങൂ, കരയാതുറങ്ങൂ. ഉറങ്ങൂ. നേരം പരപരാന്ന് വെളുത്തല്ലോ. വിമലെ, വിമലെ, എന്തേ? വിമലെ, മോനെവിടെ? മോനോ? മോൻ എവിടെ ഉണ്ടല്ലോ. മോനെ, മോനെ, നീ പിച്ചു പെയ്യും പറയാതെ എഴുന്നേൽക്കുന്നുണ്ടോ? മോൻ എവിടെ? പറഞ്ഞതുപോലെ മോനെവിടെ? ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ. ദേ അവൻ പേടിപ്പിച്ചു കളഞ്ഞു. ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് കട്ടിലിൽ നിന്ന് ഇറങ്ങി എവിടെ പോയതാ? കയ്യിലൊരു പൊതിയുണ്ടല്ലോ. ശ്രീയേട്ടാ, എന്താ എന്താ മോന്റെ കയ്യില്? എന്താ ഈ പൊതിയില്? ഇതവൻ എവിടുന്ന് കിട്ടി? നിറയെ 500-ന്റെ നോട്ടുകൾ. ഈശ്വര, ഇതെവിടുന്ന് കിട്ടി? പറ കുട്ടാ, നിനക്കിത് ആരാ തന്നേ? മോനെ, ഇത് എവിടുന്ന് കിട്ടി നിനക്ക്? വേണ്ട ശ്രീയേട്ടാ, പോട്ടെ. മോനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ദൈവം നമ്മളെ രക്ഷിക്കാൻ അവന്റെ കയ്യിൽ കൊടുത്തതാവും. ചില വാക്കുകൾ ചിലപ്പോൾ ദൈവദൂതന്മാർ ഏറ്റെടുക്കുമെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ സങ്കടപ്പെട്ട് പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ടോ? ഇന്നലെ നമ്മൾ പറഞ്ഞ വാക്ക് ദൈവത്തിന് നമ്മുടെ സൗജന്യത്തിൽ ഒരു ദിവസം എന്നല്ലേ ആ വാക്ക്? അങ്ങനെയല്ല. ദൈവം നമുക്ക് ഇത്രയും കാലം തന്നു. ആ ദൈവത്തിന് നമ്മുടെ സൗജന്യത്തിൽ ഒരു ദിവസം, അങ്ങനെയാണ് പറഞ്ഞത്. ദൈവദൂതൻ വശം ഈശ്വരൻ കൊടുത്തയച്ചതാണെന്ന് തന്നെ വിശ്വസിക്കാം. അല്ലാതെ ഇത് എവിടുന്ന് കിട്ടാനാണ്? ഈ വീട്ടിലാണെങ്കിൽ 500-ന്റെ കെട്ടുപോയിട്ട് 5 ഉറുപ്പിക എടുക്കാനുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ എന്തേ ആ നോട്ടുകൾ തിരിച്ചു മറിച്ച് നോക്കുകയും മണപ്പിക്കുകയും ചെയ്യുന്നത്? ഇനിയൊരു പക്ഷേ വല്ല കള്ളനോട്ടുകാരും ഉപേക്ഷിച്ചു പോയതാണോ? ഒരിക്കലുമല്ല. ഇത് പുതുപുത്തൻ ഒറിജിനൽ നോട്ടല്ലാതെ വേറെ ഒന്നുമല്ല. ഉണ്ണിക്കുട്ടാ, നീ ഈശ്വരന്റെ കുഞ്ഞാ. വലിയ കടബാധ്യതയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ വന്ന ദൈവ സാന്നിധ്യം. ശ്രീയേട്ടാ, ഇത് ആകെ 50,000 ഉണ്ട്. നീ അത് എണ്ണിക്കഴിഞ്ഞോ? എല്ലാം നല്ല നോട്ടുകൾ. പിന്നെ നീ ഇത് ആരോടും പറഞ്ഞേക്കരുത്. അറിയാലോ, ചുറ്റുപാടും അസൂയക്കാരാ. ഞാനിത് നിങ്ങളോട് പറയാൻ വരികയായിരുന്നു. ദൈവത്തിന്റെ പണമാണിത്. അവൻ കൊടുത്തയച്ചത്. നമുക്ക് കുളിച്ച് വൃത്തിയായി മോനെയും കൂട്ടി അമ്പലം വരെ ഒന്ന് പോകാം. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം പുറത്തുനിന്ന്. ഉണ്ണിക്കുട്ടാ, മോനെ ഉണ്ണിക്കുട്ടാ, ഇവനിത് എവിടെ പോയിരിക്കുക? ദാ പണവുമായി വീണ്ടും അവൻ. ഈശ്വര, ഇത് ആവർത്തിക്കുന്നല്ലോ. എന്തായാലും ഈ പണം കൊണ്ട് ഞാൻ എന്റെ പഴയ സ്കൂട്ടർ വിറ്റ് കാറ് വാങ്ങുകയാണ്. പുതിയ വീട്ടിലേക്ക് മാറും മുമ്പ് തന്നെ വേണം. ചെലവുകൾ കൂടുകയാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്.
പണിക്കാരി രമണിയെ കാണാനില്ലല്ലോ. ഞാൻ എത്തി ചേച്ചി. ആ രമണി, അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അമ്മയ്ക്ക് സുഖമില്ലാണ്ടായിപ്പോയി വിമല ചേച്ചി. സാരില്ല, മോനുള്ള ഓട്സ് കാച്ചി വെച്ചത് ഇങ്ങോട്ട് എടുത്തോളൂ. ഇത്ര സമയമായിട്ട് കൊടുത്തില്ലാന്ന് വെച്ചാ ശ്രീയേട്ടൻ വഴക്കു പറയും. ഹാവു, നഗരത്തിൽ കണ്ണു കണ്ട സ്ഥലത്ത് നമുക്ക് 4 ഫ്ലാറ്റ് ശൃംഖലകൾ. ഇന്നലെ ആ പഴയ അലക്സാണ്ടറെ കണ്ടിരുന്നു. ഏത് അലക്സാണ്ടർ? ആഹാ, നീ മറന്നോ? എടി, 3 കൊല്ലം മുമ്പ് എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയ. പതുക്കെ, ജോലിക്കാര് കേൾക്കും. ആ, ഇക്കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇത്രയും വീട് പണിക്കാർ ഇവിടെ ഉണ്ടായിട്ടും എത്ര രഹസ്യമായിട്ടാ വീണ്ടും വീണ്ടും പണം കൊണ്ടുതരുന്നത്. ഈശ്വരന്റെ അവതാരമായിട്ടാണ് ഞാൻ അവനെ കാണുന്നത്. ഉണ്ണിക്കുട്ടന് ഈ കട്ടിലിനടിയിൽ എന്താ പണി? പണവുമായിട്ട് വരാനാവും. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, പൊന്നുമോനെ, കട്ടിലിനടിയിൽ നിന്ന് എണീറ്റ് വാ. ആ, വാ, മെല്ലെ മെല്ലെ, തലയിടിക്കാതെ. അങ്ങനെ അങ്ങനെ. വിമലെ, അവന്റെ കയ്യിൽ പണമൊന്നുമില്ല. ഇനി അവനെ നിർബന്ധിക്കാനൊന്നും പോണ്ട. ഏയ്, ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ലല്ലോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഉണ്ണിക്കുട്ടൻ പണവുമായി വരാറുള്ളൂ. ശരിയാണ്, പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു കണക്കുമില്ലല്ലോ. ഈശ്വര സഹായത്താൽ നമുക്കിന്നില്ലാത്തതൊന്നുമില്ല. ബംഗ്ലാവ്, എസ്റ്റേറ്റ്, നഗരത്തിലെ ഒട്ടേറെ വ്യാപാര ശൃംഖലകൾ, ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാറ്, ആയിരക്കണക്കിന് ജോലിക്കാർ, സെക്രട്ടറിമാർ. പക്ഷേ എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇനിയും ദൂരെ. രമണി, രമണി, ദാ വന്നു ചേച്ചി. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ചെടി നനയ്ക്കാനും നോക്കാൻ ഒരു പെണ്ണിനെ വേണമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി എനിക്ക് പറ്റണില്ല. രമണി ഒരാൾ ഈ വീട്ടിൽ സഹായത്തിന് വരുമ്പോഴത്തെ അവസ്ഥയല്ലല്ലോ ഇപ്പോ. വീട് വലുതായി. വീട്ടുകാരത്തി എങ്ങനെയെന്നാ എല്ലായിടത്തുനിന്നും ചോദിക്കുക. വിമല ചേച്ചിയുടെ കാര്യത്തില് എനിക്കൊരു സംശയമില്ലല്ലോ. എന്നെ ചേച്ചി സഹായിച്ചതിന് കണക്കില്ല. അതൊക്കെ എന്റെ കടമയല്ലേ രമണി. പക്ഷേ അനിയത്തിക്ക് സുഖമില്ലാണ്ട് നരേന്ദ്രൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതെന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് ചേച്ചി എന്റെ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്താ. ഇതെന്താ ഇത്? നീക്കറിയാ? ചേച്ചേ, ഈ അടുപ്പത്ത് വെച്ച പാല് തിളച്ച് മറിയുണ്ടാവും. ഞാൻ പോയി നോക്കണോ? വേണ്ട ചേച്ചി, ഞാൻ പോയിക്കോളാം. നമ്മൾ ഇതിനിടയ്ക്ക് വിട്ടുപോകുന്ന ഒന്നുണ്ട്, ഉണ്ണിക്കുട്ടനെ. ശരിയാണ്, നമ്മൾ ഇതുവരെ കൊൽക്കത്തയിൽ കൊണ്ടുപോയി ഡോക്ടർ ഗോപിനാഥനെ കാണിച്ചിട്ടില്ലല്ലോ. ഈശ്വര, എനിക്കിത് ഓർക്കുമ്പോഴേ കുറ്റബോധമാണ്. ശ്രീയേട്ടനാ പലപ്പോഴും അത് തടയുന്നത്. നീ എന്താ ഈ പറയുന്നേ? ഞാൻ തടഞ്ഞെന്നോ? പിന്നല്ലാതെ. 2 മാസം മുമ്പ് കൽക്കത്തയിലേക്ക് പുറപ്പെട്ട നിങ്ങൾ ഫ്ലൈറ്റ് ക്യാൻസലായെന്നും പറഞ്ഞ് മടങ്ങി വന്നു. അത് പിന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിന് ഞാൻ എന്താ ചെയ്യാ? നമുക്ക് എപ്പോ വേണമെങ്കിലും കൊണ്ടുപോകാലോ. സത്യം പറ, നിങ്ങൾക്ക് മോൻ സംസാരിച്ചു തുടങ്ങുന്നതിൽ എന്തോ ഒരു ഭയമില്ലേ? നീ എന്താ ഈ പറയുന്നത് വിമലെ? ഒരു സത്യം. നിങ്ങൾ അവൻ സംസാരിച്ചു തുടങ്ങുന്നതിന് ഭയപ്പെടുന്നു. നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ നിഷേധിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ഇനിയും ബാക്കി കിടപ്പുണ്ട്. ആഗ്രഹങ്ങൾ? അതിന് ഈശ്വരൻ വല്ല അതിരും തന്നിട്ടുണ്ടോ? പക്ഷേ മോൻ അങ്ങനെയാണോ? അവനില്ലാതെ നമ്മൾ എന്ത് വാങ്ങിക്കൂട്ടിയിട്ടും വല്ല സന്തോഷമുണ്ടോ? നീ പറഞ്ഞ സത്യമാണ്, നിനക്കും തോന്നിയല്ലേ? പിന്നല്ലാതെ. 4000 ശമ്പളത്തിന് നിങ്ങൾ ആ പത്രം ഓഫീസിൽ ജോലി ചെയ്യുന്ന കാലത്തിന്റെ പകുതി സന്തോഷം എനിക്കിപ്പോഴില്ല. ആകെപ്പാടെ വേവലാതെയാണ്. നമ്മൾ സമ്പാദിച്ചതൊക്കെ അനർഹമാണ്. അതാരെങ്കിലും കട്ടുകൊണ്ടു പോകോ, തിരിച്ചു വാങ്ങോ എന്നൊക്കെയുള്ള ഭയം. ഏയ്, അതിൽ കാര്യമില്ല. ഉണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നതായി എനിക്കെന്തോ ഒരു തോന്നൽ. ഏയ്, അതൊക്കെ നിന്റെ വെറുതെയുള്ള തോന്നലാണ് വിമലെ. സമാധാനം, ആ പറഞ്ഞത് എനിക്കുമില്ല.
നമ്മൾക്ക് ദൈവം തന്നതൊക്കെ അവൻ തിരിച്ചെടുക്കുമെന്ന് ഭയപ്പെടുന്നതിൽ കാര്യമില്ല. ദൈവം കാരുണ്യവാനാണ്. അവൻ നമ്മൾ അനുഭവിച്ച കടുത്ത മാനസിക വേദനകൾക്ക് പകരമായി ഈശ്വരന്റെ രൂപത്തിൽ മകനായിട്ട് വന്നതല്ലേ? പക്ഷെ ആ ഈശ്വരൻ നമ്മളോട് സംസാരിക്കുന്നില്ല. മോനിപ്പോ 7 വയസ്സ് കഴിഞ്ഞു. അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇതേ നിലയിലാണെങ്കിൽ അവന് വല്ല മാറ്റം ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഛേ, നീ പരിഭ്രമിക്കാതെ വിമലേ. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിനടുത്ത ആഴ്ച ഞാൻ പോയിരിക്കും. ഉറപ്പല്ലേ? ഉറപ്പ്. അതല്ല, ഫ്ലൈറ്റ് ക്യാൻസൽ ആയിന്ന് പറഞ്ഞ് വീണ്ടും മടങ്ങി വരുമോ? വിമലേ, അത് ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. നിങ്ങൾ നുണ പറഞ്ഞതല്ലേ? അത് വിമലേ, ഒരതുമില്ല. നമ്മുടെ മോനില്ലാതെ നമുക്ക് എന്ത് ജീവിതം ശ്രീയേട്ട? ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് വിരോധം തോന്നോ? പറയൂ. മോൻ സംസാരിച്ചു തുടങ്ങുന്നതോടെ നമുക്കുള്ള പണം വരവ് നിലച്ചു പോകുമോ? അതിന് കാലാകാലം എന്റെ മോനെ പൊട്ടനായി നിലനിർത്തണമെന്നാണോ? ഏയ്, അതല്ല. എനിക്ക് ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. സ്വന്തമായി ഒരു വിമാനം, വിമാനത്താവളവും. നമ്മൾ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് മാറിയത് തന്നെ അതിനൊക്കെ കൂടി ആയിരുന്നില്ലേ? നിങ്ങളൊരു ക്രൂരനാണ് വിമലെ. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല. പിന്നെ ആർക്ക് വേണ്ടി? മോന് വേണ്ടിയോ? എനിക്ക് വേണ്ടിയോ? വിമാനത്തെക്കാളൊക്കെ വലുത് എനിക്ക് എന്റെ മോന. ഹേയ്, നീ ഇങ്ങനെ കരഞ്ഞ് ബഹളമുണ്ടാക്കാതെ. വിമാനത്തിന് ഇപ്പോൾ തന്നെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. പെരുമാൾപുരത്തെ നമ്മുടെ ഫാക്ടറിയിലെ ടേൺ ഓവർ നല്ല നിലയിലാണ്. ബാക്കി ഗഡുക്കളായി. നിർത്തുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടണം. അതിന് അവൻ എവിടെയും പോയിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു മോനല്ല എനിക്ക് വേണ്ടത്. വിമലെ, 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 ഞാൻ പറയുന്ന കേക്കൂ. അടുത്ത ആഴ്ച നമ്മുടെ ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഈശ്വരനാണെ ഞാൻ ഡോക്ടർ ഗോപിനാഥന്റെ അടുത്ത് പോയിരിക്കും. പ്ലീസ്, ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കൂ. വിമലെ, വിമലെ, നീ ഇങ്ങനെ കുഴഞ്ഞു വീണാലോ. പ്ലീസ്, പറയുന്നൊന്ന് കേക്കൂ. നീയും മോനുമില്ലാതെ എനിക്ക് എന്ത് വിമാനം? വിമലെ, കണ്ണു തുറക്കൂ പ്ലീസ്. വിമലെ, ഞാനിതാ ഡോക്ടർ ഗോപിനാഥനെ കാണാൻ പുറപ്പെട്ടു കഴിഞ്ഞു. നാളത്തെ ഫ്ലൈറ്റ് തന്നെ. നീ പേടിക്കണ്ട. എന്റെ എല്ലാ ബിസിനസ് മീറ്റിംഗുകളും മാറ്റിവെച്ചതായി ഞാനിതാ എന്റെ സെക്രട്ടറിമാർക്ക് വിവരം നൽകാൻ പോകുന്നു. ഡോക്ടർ ഗോപിനാഥന്റെ അപ്പോയിന്റ്മെന്റ് എന്ത് വില കൊടുത്തും ഞാൻ വാങ്ങിയിരിക്കും. വിമലെ, ഒന്ന് എഴുന്നേൽക്കും. വിമലെ, മോനെ ഉണ്ണിക്കുട്ടാ, ഒന്ന് വേഗം വാ. അമ്മയൊന്ന് വിളിച്ചേ. മോനെ, ഈശ്വര, ഞാൻ എന്താ ചെയ്യാ? ഉണ്ണിക്കുട്ടാ, അമ്മയൊന്ന് വിളിക്കേ. വിളിക്കേ, വിളിക്കേ.
വെൽക്കം മിസ്റ്റർ ശ്രീകുമാർ. താങ്ക് യു ഡോക്ടർ. മിടുക്കൻ. ഇരിക്കൂ. ഇത് നിങ്ങളുടെ ഏക മകൻ അല്ലേ? അതെ. അതെ. മോന്റെ പേരെന്താണ്? ഇത് തന്നെയാണ് പ്രശ്നം. ഞാൻ റിപ്പോർട്ടുകൾ വായിച്ചു. വയസ്സ് 7 അല്ലേ? അതെ സർ. പക്ഷേ മിസ്റ്റർ ശ്രീകുമാർ, നിങ്ങളുടെ ആ ഓവർ സ്മാർട്ട് അതെനിക്ക് പിടിച്ചില്ല കേട്ടോ. മനസ്സിലായില്ല സർ. താങ്കൾക്കറിയാം എന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ 2 മാസമെങ്കിലും പിടിക്കുമെന്ന്. നിങ്ങൾക്കാണെങ്കിൽ പണം പ്രശ്നമല്ല, എത്രയും പെട്ടെന്നൊരു അപ്പോയിന്റ്മെന്റ് വേണം. അത് സർ. എനിക്ക് മനസ്സിലായി. സെൻട്രൽ മിനിസ്ട്രിയിൽ വരെ പിടിപാടുള്ളൊരു വ്യവസായ പ്രമുഖൻ. നിങ്ങളുടെ ഒരു കോള് കിട്ടുന്നത് തന്നെ ഭാഗ്യമെന്ന് കരുതുന്ന രാഷ്ട്രീയ നേതാക്കൾ. താങ്കൾ ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ഈ ആശുപത്രി വരെ ഞെട്ടി. ശരിയല്ലേ? അത് സിറ്റുവേഷൻസ്. ഈ ഓവർ സ്മാർട്ടാണ് എനിക്ക് പിടിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ സിറ്റുവേഷൻസ്. ഇവിടെ 50ഉം 60ഉം ദിവസം കാത്തിരിക്കുന്ന മറ്റ് രോഗികൾക്ക് സിറ്റുവേഷൻസ് ഇല്ലേ മിസ്റ്റർ ശ്രീകുമാർ? ക്ഷമിക്കണം ഡോക്ടർ. ആറ്റിറ്റ്യൂഡ്. സത്യത്തിൽ നമ്മുടെ കാലത്തെ സകലമാന രോഗങ്ങളുടെയും ഉറവിടം അതാണ്. കയ്യിൽ പണമുണ്ട്, ഉടനെ ഡോക്ടറെ ചെന്ന് കാണുന്നു, ഉടനെ എന്റെ അസുഖം മാറ്റിത്തരൂ, എത്ര പണം വേണമെങ്കിലും എടുത്തോ എന്ന നിലപാട്. സർ, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരു നിങ്ങളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ നാട്ടിലെ മൊത്തം ആളുകളുടെ മനോഭാവം പറഞ്ഞു തന്നേയുള്ളൂ. ഒന്ന് തുമ്മുമ്പോഴേക്കും പരിഭ്രമം തുടങ്ങുന്നു. എന്നെ മഹാരോഗം ബാധിച്ചിരിക്കുന്നു, എവിടെ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റ്? ശരിയല്ലേ? സർ, എന്റെ മകന് അത്തരത്തിലുള്ള. നിങ്ങളുടെ മകന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾക്കറിയുമോ, ഇവിടെയെല്ലാം വിൽപ്പന ചരക്കാണ്. രോഗം, ആശുപത്രി, മരുന്ന്, ആളുകളെല്ലാം പുറംമോടിയിൽ കണ്ടു വിലയിരുത്തുന്നു. ദാ ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾ ഈ മുറിയിലേക്ക് കയറിയത് മുതൽ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ വില കുറഞ്ഞ വസ്ത്രത്തിലേക്കാണ്. Am I right? ശരിയാണ് ഡോക്ടർ. 2-3 മാസം മുമ്പ് ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്നത് ഈ പഴകിയ വസ്ത്രവുമിട്ട് അശ്രദ്ധമായ വേഷവിധാനത്തിലിരിക്കുന്ന ഇയാളെയാണോ എന്ന മനോഭാവം. ശരിയല്ലേ? പക്ഷേ ഒരു പക്ഷേയുമില്ല, ശരിയാണ്. കയ്യിലുള്ള മൊബൈലിന്റെ വില നോക്കി, പുതുതായി വാങ്ങിയ കാറിന്റെ വില നോക്കി, ഉണ്ടാക്കിച്ച വീടിന്റെ വലുപ്പം നോക്കി, അതിനകത്തുള്ള ഉപകരണങ്ങളുടെ വില നോക്കി മനുഷ്യനെ വിലയിരുത്തുന്നു. അയാൾക്ക് വിലയിടുന്നു, അയാളെ മാനിക്കുന്നു. ശരിയല്ലേ? പൊതുവെ പറഞ്ഞാൽ. പക്ഷേ പണം 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 മാത്രമാണ് ലോകത്തിന്റെ എല്ലാം നിയന്ത്രിക്കുന്നത്. പണത്തെ ഡോക്ടർക്ക് പാടെ തള്ളി മാറ്റാൻ പറ്റുമോ? ഡോക്ടറായത് പണം കൊണ്ടല്ലേ? നോ നോ, തെറ്റാണ് നിങ്ങളുടെ വിശ്വാസം. അത് ഡോക്ടർക്ക് ഒരു വാദത്തിനു വേണ്ടി പറയാം. ഡോക്ടർ ലോകമായ ലോകമൊക്കെ സഞ്ചരിച്ചു, കിട്ടാവുന്ന എല്ലാ ഉയർന്ന മെഡിക്കൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിച്ചു. പണമില്ലെങ്കിൽ അത് പറ്റുമായിരുന്നോ ഡോക്ടർ? അവിടെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പിഴച്ചു പോകുന്നത് മിസ്റ്റർ ശ്രീകുമാർ. ഒരു ഡോക്ടർക്ക് പണമുണ്ടാക്കാൻ കഴിയും, എന്നാൽ പണത്തിനൊരു ഡോക്ടറെ ഉണ്ടാക്കാൻ കഴിയില്ല. ഡോക്ടർ ഒരു ശില്പിയെ പോലെ, ചിത്രകാരനെ പോലെ, പാട്ടുകാരനെ പോലെ, അഭിനേതാവിനെ പോലെയാണ്. പ്രതിഭ വേണം, സ്വയം തിരിച്ചറിയണം. അല്ലെങ്കിൽ ഡോക്ടറുടെ കുപ്പായമിട്ട വെറും ഒരു പ്രച്ഛന്ന വേഷക്കാരനാണ് അയാൾ. പണം കൊണ്ടുണ്ടാക്കിയ ഒരു ഡോക്ടർക്ക് പണത്തെ മാത്രമേ ചികിത്സിക്കാനാവൂ, മനുഷ്യരെ സാധ്യമല്ല. ഓ, തർക്കത്തിന് ഞാനില്ല ഡോക്ടർ. പക്ഷേ തർക്കം ഒരു അനിവാര്യതയായിരിക്കുന്ന സന്ദർഭമാണിത് മിസ്റ്റർ ശ്രീകുമാർ. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സകല സ്വാധീനവും വെച്ച് ഈ ആശുപത്രിയിലെത്തി. 2 ദിവസമായി നിങ്ങൾ എന്നെ കാണാൻ ശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ശരിയാണ് സാർ, ഒരുപാട് ബുദ്ധിമുട്ടി. നിങ്ങൾ ഈ ആശുപത്രി റിസപ്ഷനിൽ നിന്നും മകന്റെ കാർഡ് വാങ്ങിയത് മുതൽ
നിങ്ങളും കുട്ടിയും എന്റെ നിരീക്ഷണത്തിലാണ്. ഇത് പറയുമ്പോ നിങ്ങളുടെ മുഖത്ത് പരിഹാസത്തിന്റെ പുഞ്ചിരി വിടരുന്നത് ഞാൻ കാണുന്നു. ഓ, ഒരു ഷെർലക് ഹോംസ് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? സോറി സാർ. മിസ്റ്റർ ശ്രീകുമാർ, രോഗി എന്നത് മരുന്ന് കഴിക്കാനുള്ളൊരു വസ്തുവല്ല, അത് സമഗ്രമായ ഒരു മനുഷ്യനാണ്. ഓരോ മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ്. സാർ, സംസാരിച്ചുകൊണ്ടിരുന്നാൽ മറ്റു രോഗികൾ കാത്തിരിക്കുന്നു എന്നല്ലേ? അതെ. മിസ്റ്റർ ശ്രീകുമാർ, നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്. ഇന്ന് എനിക്ക് നിങ്ങളുടേതല്ലാതെ വേറെ അപ്പോയിന്റ്മെന്റ് ഇല്ല. വിചിത്രമായിരിക്കുന്നു സാർ. പക്ഷേ ഇന്ന് എന്റെ ചികിത്സാ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. സാർ പറഞ്ഞു വരുന്നത്? പറയാം, ഞാനെല്ലാം പറയാം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേട്ടേ പറ്റൂ. ഓടിപ്പോകാൻ തോന്നുന്നുണ്ടല്ലേ? ഈ കിറുക്കൻ ഡോക്ടറുടെ മുന്നിൽ പെട്ടുപോയതിൽ പശ്ചാത്താപം തോന്നുന്നുണ്ട് അല്ലേ? സത്യമാണ് സാർ. ഡോക്ടർ എന്റെ മനസ്സ് വായിക്കുന്നു. മിസ്റ്റർ ശ്രീകുമാർ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞാൻ ഏറ്റെടുത്ത രോഗികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓരോ രോഗി രക്ഷപ്പെടുമ്പോഴും എനിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു. ഞാൻ മുഖ്യമായും മെഡിക്കൽ പുസ്തകങ്ങളെക്കാൾ മനുഷ്യരുടെ ഹൃദയം വായിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ വിജയിക്കുന്നു എന്ന തോന്നൽ അതെന്നെ അഹങ്കാരത്തോളം എത്തിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞാൻ പരാജയപ്പെടുകയാണ് ശ്രീകുമാർ. ഡോക്ടർ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മകന്റെ റിപ്പോർട്ടുകൾ, അതെ, എല്ലാവിധ പരിശോധനകൾക്കും നിഗൂഢമായി ഞാൻ നിരീക്ഷണാർത്ഥം പുറകിലുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു. എനിക്ക് പുറകിൽ നിന്ന ആ പ്രായമുള്ള മനുഷ്യൻ നിങ്ങളായിരുന്നു. എനിക്കറിയാം. ആദ്യ റിസൾട്ടിൽ തന്നെ എന്റെ ഉത്കണ്ഠകൾ ആരംഭിച്ചിരുന്നു. ഒന്ന് തെളിച്ചു പറയൂ ഡോക്ടർ. എന്റെ മകൻ എന്താണ് പറ്റിയത്? അവൻ സംസാരിക്കില്ലേ? ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും ഞാൻ പോവും. ഇവന് വേണ്ടി ഞാൻ എന്തും വിൽക്കും. നോക്കൂ, നിങ്ങൾ വീണ്ടും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. എല്ലാം കാശ് കൊടുത്തു വാങ്ങാമെന്ന മനോഭാവമാണ് പ്രധാന രോഗം. ഡോക്ടർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ഒരു ഡോക്ടറേക്കാൾ ഒരു തത്വചിന്തകനെ പോലെയാണ് ഡോക്ടർ പെരുമാറുന്നത്. വൈദ്യം ഫിലോസഫി കൂടിയാണ് ശ്രീകുമാർ. ATM കാർഡിട്ട് അതിൽ നിന്ന് പണമെടുക്കുന്നത് പോലെയാണ് നിങ്ങൾ കാര്യങ്ങൾ കാണുന്നത്. അടങ്ങാത്ത ആഗ്രഹങ്ങൾക്കിടയിൽ നിങ്ങൾ അന്ധനായി പോകുന്നു. പണം കൊണ്ട് വാങ്ങിക്കൂട്ടുന്ന വസ്തുക്കളാണ് ലോകത്തിൽ ഏറ്റവും ആദരണീയമായത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഡോക്ടർ, പ്ലീസ് എന്റെ മകന്റെ കാര്യം പറയൂ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അത്യാർത്ഥി അവനെ മറ്റൊന്നാക്കിയിരിക്കുന്നു. ശ്രീകുമാർ, നിങ്ങൾ ആദ്യമായി ചികിത്സിച്ച ആ പാവം ഡോക്ടറെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഏത് ഡോക്ടർ നരേന്ദ്രനെയോ? യെസ്, എന്റെ പഴയ സ്റ്റുഡന്റ്. പറയൂ, മകൻ സംസാരിക്കില്ലേ? നിങ്ങളുടെ അടങ്ങാത്ത ദുര അവനെ മറ്റെന്തോ ആക്കിയിരിക്കുന്നു. കാറ്, ബംഗ്ലാവ്, അറ്റമില്ലാത്ത ബിസിനസ് സാമ്രാജ്യങ്ങൾ. ഒരു കറവ പശുവിനെ പോലെ അവനെ നിങ്ങൾ ഉപയോഗിക്കുകയായിരുന്നില്ലേ? ഡോക്ടർ, ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കരുത്. നിങ്ങൾ ചെയ്ത ക്രൂരതയെ പറ്റിയാണ് പറയുന്നത്. അജ്ഞാതമായവരിടത്തു നിന്ന് പണം കൊണ്ടുവരുന്നു എന്ന് ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ എന്നോട് പറയാൻ നിങ്ങൾ മടിച്ചു. അത് പിന്നെ നിവൃത്തിയില്ലാതെ നിങ്ങൾക്കത് പറയേണ്ടി വന്നു. എന്റെ നിസ്സഹായാവസ്ഥ ഡോക്ടർ മനസ്സിലാക്കണം. നിസ്സഹായൻ പോലും. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? വെറും 4000 രൂപയിൽ തുടങ്ങിയ നിങ്ങളുടെ ജീവിതം, അതിന്റെ 1000-ലൊന്ന് സന്തോഷം നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? കോടിക്കണക്കിന് സ്വത്തുക്കൾ, എണ്ണമറ്റ പരിചാരകർ. ഞാൻ കുറച്ചൊക്കെ ആഗ്രഹിച്ചു പോയി എന്നത് തെറ്റ് തന്നെ. കുറച്ചോ? ഡോക്ടർ എന്താണ് പറയാൻ മടിക്കുന്നത്? എന്തായാലും പറയണം ഡോക്ടർ. ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നിസ്സഹായനാണ്. എന്റെ ഉണ്ണിക്കുട്ടനെ? സോറി, അവനെ ഇനി രക്ഷിക്കാൻ കഴിയില്ല. ഡോക്ടർ, അവൻ നിങ്ങളുടെ അത്യാർത്ഥിയുടെ ഒടുങ്ങാത്ത ഇരയാണ്. രക്ഷിതാക്കളുടെ അത്യാർത്ഥി
മക്കളുടെ രൂപത്തിൽ വരുമ്പോൾ അത് ലോകത്തിന്റെയും തന്റെയും തന്നെ വിനാശത്തിന് കാരണമാകുന്നു. ഞാൻ വേറെ ചികിത്സ വല്ലതും ചെയ്താൽ? താങ്കളുടെ മകൻ ഇന്ന് നിങ്ങൾക്ക് അജ്ഞാതമായ ഇടങ്ങളിൽ നിന്ന് പണം കൊണ്ടുവരുന്ന വെറും ഒരു യന്ത്രമായിരിക്കുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ മിസ്റ്റർ ശ്രീകുമാർ, ഇതിന് എന്റെ കയ്യിൽ മരുന്നില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. വീണ്ടും പണം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് തിരിച്ച് പഴയ അത്യാർത്ഥികളില്ലാത്ത ആ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? ഡോക്ടർ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? തുച്ഛമായ വരുമാനത്തിൽ കഴിയില്ല. ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് സുഖഭോഗങ്ങൾ ഒന്നും ഉപേക്ഷിക്കാനാവില്ല. നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല, പക്ഷേ അവൻ വെറും പണമുണ്ടാക്കുന്ന കേവല യന്ത്രം മാത്രമായിരിക്കുന്നു. അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്തോ അതാണ് മക്കൾ. ഡോക്ടർ, ഇതറിഞ്ഞാൽ എന്റെ വിമല... മിസ്റ്റർ ശ്രീകുമാർ, സത്യമായും എനിക്ക് താങ്കളോട് സഹതാപമുണ്ട്. പക്ഷേ ഐ ആം ഹെൽപ്ലെസ്. വേറെയും ഡോക്ടർമാരുണ്ട്. പോയി വരൂ. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. പ്രതിവിധികൾക്കും പരിഹാരങ്ങൾക്കും അപ്പുറത്തേക്ക് തങ്ങളുടെ മകൻ തങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. അവരുടെ നിസ്സഹായതകൾക്ക് മുകളിലൂടെ ഒരു വിമാനം ആകാശത്തേക്ക് ഇരമ്പിപ്പാഞ്ഞു. അവർ പുതുതായി വിലയ്ക്ക് വാങ്ങിയ വിമാനം. പണം പെയ്യുന്ന യന്ത്രം നാടകം സമാപിക്കുന്നു. രചന ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ശ്രീകുമാർ ശരത് ദാസ്, വിമല ബീന ആന്റണി, ഉണ്ണിക്കുട്ടൻ മാസ്റ്റർ ശ്രീഹരി, കുഞ്ഞനന്ദൻ MM അബ്ദുൾ റസാഖ്, അലക്സാണ്ടർ PR അമ്മിണിക്കുട്ടൻ, ദാമോദരൻ നമ്പ്യാർ തൃശൂർ ജോസ്, ഡോക്ടർ ഗോപിനാഥ് ജോസ് അമ്പൂക്കൻ, രമണി K ദിവ്യ, ഡോക്ടർ നരേന്ദ്രൻ A അനന്തപത്മനാഭൻ, ഓട്ടോ ഡ്രൈവർ K ജയകൃഷ്ണൻ. പശ്ചാത്തല സംഗീതം PD തോമസ്. പശ്ചാത്തലത്തിൽ കീബോർഡ് PA തോമസ്, തബല KR അജയഘോഷ്. സംവിധാനം ഉമാബാലൻ.